അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ബനൂ ഇസ്രായേലിൽ ഒരു ആബിദായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുത്ത് ജീവിച്ച ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ 3 പ്രാർത്ഥനകൾക്ക് ഞൊടിയിടയിൽ ഉത്തരം നൽകാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുകയാണ്. ആ വിവരം അന്നാട്ടിലെ പ്രവാചകൻ വഴിയായി അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. തൻ്റെ ഭാര്യയോട് ഏറെ പ്രണയവും സ്നേഹവുമൊക്കെയുള്ള ഈ വ്യക്തിയുടെ ഈ 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന വിവരം പ്രവാചകൻ അറിയിക്കുമ്പോൾ ആ ഭാര്യയും അത് കേൾക്കുകയാണ്. ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, 3 പ്രാർത്ഥനകളുണ്ടല്ലോ, അതിൽ 2 എണ്ണം നിങ്ങൾ എടുത്തുകൊള്ളുക, 1 എണ്ണം എനിക്ക് നൽകണമെന്ന്. തൻ്റെ ഭാര്യയോട് അഗാധമായ പ്രണയമുള്ള ആ വ്യക്തി പറഞ്ഞു, അങ്ങനെയാകട്ടെ, തന്നോടൊപ്പം ജീവിക്കുന്ന തൻ്റെ പ്രിയതമയാണ്, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കേണ്ടത് താൻ തന്നെയാണല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി, നിനക്കാവശ്യമുള്ളത് എന്തെന്നാൽ നീ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്നാട്ടിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള വ്യക്തിയായി എനിക്ക് മാറാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്ന്. തൻ്റെ ഭാര്യയ്ക്കുള്ള ആഗ്രഹം കേട്ട് അദ്ദേഹവും സമാധാനിച്ചു. അദ്ദേഹവും ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഞൊടിയിടയിൽ ആ പെണ്ണ് ഏറ്റവും വലിയ സൗന്ദര്യവതിയായി തീർന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളക്കിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ നല്ല ശോഭയുള്ള ഒരാളായി തീർന്നു ആ പെണ്ണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ സൗന്ദര്യം ഏറെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ പെണ്ണിന് തൻ്റെ സൗന്ദര്യത്തെ വീട്ടിൽ ഒതുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ പെണ്ണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ സൗന്ദര്യം എല്ലാവരും ഒന്ന് കാണട്ടെ, എല്ലാവരെയും ഒന്ന് കാണിക്കാൻ ഞാൻ പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അരുത്, മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് സൗന്ദര്യത്തിൻ്റെ അഹങ്കാരത്തിൽ പറഞ്ഞു, എന്നേക്കാൾ എത്രയോ കാണാൻ അഴകില്ലാത്തവരാണ് നിങ്ങൾ, ആയതിനാൽ എനിക്ക് യോജിച്ചവനല്ല നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലാകെ പാട്ടായി. എല്ലാവരും കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. ഈ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നാട്ടിലെ രാജാവടക്കം എല്ലാവരും അറിഞ്ഞു. രാജാവ് തൻ്റെ പോലീസുകാരോട് പറഞ്ഞു, അതല്ലെങ്കിൽ തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവരണമെന്ന്. അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കേണ്ട താമസം പട്ടാളക്കാർ അവളെ തെരഞ്ഞ് വീട്ടിലെത്തുകയാണ്. അങ്ങനെ ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. സ്വാഭാവികമായും ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് വലിയ വൈഷമ്യമായി. ആ പട്ടാളക്കാർ ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ ഇനി നാട്ടിലെ രാജാവിൻ്റെ ഭാര്യയാണ് എന്നുള്ള അഹംഭാവത്തിലും അഹങ്കാരത്തിലും ആ പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. മഹാനായ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു, അള്ളാഹ്, കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പെണ്ണിനെ നീ ഒരു കുരങ്ങായി മറിക്കണമേ എന്ന്, അവളുടെ രൂപം മാറ്റണമേ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് കൊട്ടാരത്തിലെത്തേണ്ട താമസം അവൾ ഒരു കുരങ്ങായി രൂപം മാറുകയാണ്. എന്തൊരത്ഭുതമാണ്! അള്ളാഹു നൽകിയ 2ാമത്തെ ദുആയും അത് പാഴായി പോവുകയാണ്. അങ്ങനെ ആ പെണ്ണ്, കുരങ്ങായ ആ പെണ്ണ് ചാടി മറിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമമായി. തന്നോടൊപ്പം നാളിതുവരെയായി ജീവിച്ച, താനേറെ ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ ഭാര്യ ഇതാ കുരങ്ങായി ജീവിക്കുകയാണ്. സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ദുആ ചെയ്യുന്നു, അള്ളാഹുവേ, ഇവളെ പഴയ അവസ്ഥയിലേക്ക് നീ മാറ്റണമേ എന്ന്. അങ്ങനെ ആ പെണ്ണ് സാധാരണ നിലയിലേക്ക് മാറിയെന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ 3 അനുഗ്രഹങ്ങളെ അദ്ദേഹം വളരെ മോശമായ രൂപത്തിൽ, അതല്ലെങ്കിൽ തൻ്റെ യുക്തിയില്ലായ്മയുടെ പേരിൽ ആ പെണ്ണിൻ്റെ വാക്ക് കേട്ടുകൊണ്ട്, ഇവിടെ പെണ്ണിൻ്റെ വാക്ക് കേൾക്കണ്ട എന്നല്ല, തനിക്ക് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹത്തെ ഏറെ യുക്തമായി അവർ ചെലവഴിക്കണമായിരുന്നു. പക്ഷേ അതിന് സാധ്യമാകാതെ അള്ളാഹു കനിഞ്ഞു നൽകിയ ആ 3 അനുഗ്രഹങ്ങളും, അതല്ലെങ്കിൽ ആ 3 ദുആയുടെ ഇജാബത്തുകളും ഞൊടിയിടയിൽ താറുമാറായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നാഥനായ റബ്ബ് നമുക്ക് ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അനുഗ്രഹത്തെ വേണ്ട വിധത്തിൽ നാം ഉപയോഗിക്കാതെ പോകുന്നു എന്നതല്ലേ വസ്തുത. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി രേഖപ്പെടുത്താതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നാം ആ അനുഗ്രഹങ്ങളെ പാഴാക്കി കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, നമുക്ക് അത്യാഗ്രഹമാണ്. എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും അതിന് യുക്തമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാതെ, ചിന്തയില്ലാതെ കിട്ടിയ അനുഗ്രഹങ്ങളെ മുഴുവനും
താറുമാറാക്കി കളയുന്ന പ്രവർത്തനങ്ങളിലേക്ക് നാം പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അള്ളാഹു മനുഷ്യന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ ആ അനുഗ്രഹങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ സാധ്യമാകാതെ പോവുകയാണ്. അവസാനം വിരൽ കടിക്കേണ്ടുന്ന, നഷ്ടം സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് ഖേദിക്കേണ്ടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ ആയി പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാഥരായ റബ്ബ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇടതടവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ അതേതുമാകട്ടെ, ഭൗതികമായോ ആത്മീയമായോ ശാരീരികമായോ മാനസികമായോ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, ഏതനുഗ്രഹമാണെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നാഥനായ റബ്ബ് നൽകിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ യുക്തമായ ശരിയായ ഏറ്റവും നല്ല മാർഗത്തിലൂടെ ഉപയോഗിക്കാൻ നാം സന്നദ്ധരാകണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരായി നാം ഓരോരുത്തരും മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ആകെ താളം തെറ്റിച്ച് കളയുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ് അത്യാഗ്രഹം എന്നുള്ളത്. ഈ അത്യാഗ്രഹം തീർച്ചയായും നമ്മളെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. ആയതിനാൽ ബുദ്ധിയും യുക്തിയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാൻ, അള്ളാഹു നൽകിയ സർവാനുഗ്രഹങ്ങളെക്കുറിച്ചും നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി ഇബാദത്തെടുത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഇടങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിൻ്റെ തിരുവചനങ്ങളിലൂടെയും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നാം ചിലവഴിച്ച് നാളെ അള്ളാഹുവിൻ്റെ സമക്ഷമെത്തുമ്പോൾ കൈകടിക്കേണ്ടുന്ന അവസ്ഥ വരാതെ, തലകുനിച്ച് നിൽക്കേണ്ടുന്ന അവസ്ഥ വരാതെ അജയ്യരായി നിൽക്കാൻ, അള്ളാഹുവിൻ്റെ പ്രീതിയുള്ള ഏറ്റവും നല്ല ദാസന്മാരാകാൻ അള്ളാഹു നൽകിയ സർവ്വതും ഏറ്റവും നല്ല മാർഗത്തിൽ നാം ഓരോരുത്തരും ഉപയോഗിക്കണം. നാഥനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.